സകല കഴിവുകളും നിറഞ്ഞൊരു വ്യക്തി വണ്ടി എങ്ങനെ റിസ്ക് വരാം. നമുക്ക് ചാവി കൊടുത്ത് കയറ്റാൻ കേറിയിരുന്നോളൂ. അല്ലെങ്കിൽ നിങ്ങള് ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാതൊരു സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങളിങ്ങനെ ഓടിച്ചു പഠിക്കുന്നു. അപ്പൊ ഈ ഗ്രൗണ്ടിൽ ഓടിച്ചു പഠിക്കുമ്പോ ഒരു ഭൂതി എന്ത് തോട്ടുകൂടെ ഒന്ന് ഓടിച്ചാലോന്ന്. അപ്പൊ അവളൊരു ഭൂതിയല്ലേ നടക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. വീണാക്ക് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ന്യായനിധിയായ സാറുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സാറെല്ലാം മാനേജ് ചെയ്യും. ആണോ ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. പോണ്ടിങ് കാർഡൊക്കെ മാറ്റി കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങള് തൊഴിലുറപ്പിന്റെ പണിയും പഠിക്കും, ഡ്രൈവിങ്ങും പഠിക്കും, ഓഫ് റോഡും പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളെ സാറ്. സംഭവം ഇതാട്ടോ ഞങ്ങളെ ഗ്രൗണ്ട്. ഇതിങ്ങനെ റൗണ്ട് ചെയ്യണതിൻ്റെ ഇടയിൽ അതിൽ കൂടെ അങ്ങോട്ട് പോയി. ആ പൈപ്പ് ഉണ്ടല്ലോ അതിൽ കൂടെ അങ്ങോട്ട് പോയി. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ സാറ് നമ്മുടെ ബൈക്ക് ഏറ്റവും നമുക്ക് നോക്കാം. ഈ നിൽക്കുന്ന ആളാണ് ആ സാഹസികതയുടെ ആൾ. പക്ഷേ ഈ മുഖം ഞാൻ കാണിക്കുന്നില്ല. ഈ മരം പൊന്തിച്ചിട്ട് വേണം നമുക്കത് കയറ്റാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സാഹസികമായി ഞങ്ങളെല്ലാവരും കൂടി ഇത് പൊന്തിച്ചെടുത്തു. സാറ് വണ്ടീൻ്റെ എടുത്തു. ഇനി നമ്മൾ ഇവിടെ നിന്നിങ്ങോട്ട് വണ്ടീനെ കയറ്റും, പൊന്തിച്ചെടുത്തോണ്ട് വരും. പൊന്തിച്ചെടുക്കൂ. അങ്ങനെ അതിസാഹസികമായി നമ്മുടെ സാറ് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ഉള്ളതുകൊണ്ട് ലൂണക്ക് CPR കൊടുത്ത് കറക്റ്റ് ടൈമില് ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പറയൂ, ബൈക്കിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എന്താണ് അഭിപ്രായം? ഞങ്ങൾ സ്റ്റുഡൻസിന് പറ്റി എന്താ അഭിപ്രായം? ഇങ്ങനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ പേടി ഇവർക്ക് മാറുള്ളൂ. അതെ അതെ, ഒരു വീഴ്ചക്ക് എപ്പോഴും നല്ലതാണ്. പിന്നെ വീണ ആളെ അടയാളം കാണിച്ചു കൊടുക്കാം. ആ ഒരു സൈഡ് കാണിക്കാം. നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ നമ്മൾ 8 ഇടും. ഇവിടെ നമ്മൾ ആദ്യം ലൂണ, നമ്മളിപ്പോൾ മറിഞ്ഞ വണ്ടി ഉണ്ടല്ലോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂണ. നമ്മുടെ ലൂണനെ എങ്ങനെ കയറ്റി കൊടുന്നേ ഒന്ന് പറഞ്ഞ. ഞാനൊന്ന് പാർക്ക് ചെയ്തതാണോ, പാർക്കിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തതേനു. ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ട്. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അതെ, പറയും. എന്നിട്ട് നമ്മള് ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ പറയും, കണ്ടു നിന്നൊരു പറയും. ചിറകില്ലെങ്കിലും ഇങ്ങനെ പറക്കാം, ചിറകില്ലെങ്കിലും പറക്കാം. പിന്നെ പിന്നെ വീണപ്പോ വേദന ഒന്നും ഇല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എണീറ്റപ്പോഴും വേദന ഇല്ല. ഇനിയിപ്പോ വേദനയൊക്കെ വരണുണ്ടോന്ന് ഒരു ഡൗട്ട്. എവിടെന്നൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ ഈ ലൂണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ, അനക്കൊന്നും പറ്റിയില്ല. ബുദ്ധിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ പറഞ്ഞു വിടില്ലട്ടാ.